8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, draw close to him. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. അതാഴ്ച ഒരു ദിവസം വന്നാൽ പോരാ, മാസത്തിൽ ഒരു ദിവസം വന്നാൽ പോരാ, എന്നും രാവിലെ മുതൽ കർത്താവിന്റെ അരികിൽ ചെന്ന് ദൈവത്തോട് സഹായം അപേക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ അത് പാട്ടിൽ കൂടെ ആകാം, അത് പ്രാർത്ഥനയിൽ കൂടെ ആകാം. ജോൺസൺ മാതാവിന്റെ ഫ്യൂണറൽ സർവീസ് കണ്ടപ്പോൾ നമ്മൾ അതിലൊക്കെ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്നെ ഒരു കാര്യം ഒത്തിരി സ്പർശിച്ചു. പ്രിയ മാതാവിന്റെ ഏതൊരു മകൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു, എന്റെ വീട്ടിൽ മമ്മി കിച്ചണിൽ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ അകത്ത് സ്തോത്രമുണ്ട്. ആ കറിയിൽ എന്തുകൊണ്ട്? സ്തോത്രമുണ്ട്. അതിന്റെ അർത്ഥം ഈ മാതാവ് കറി ഉണ്ടാക്കുമ്പോഴും പാട്ടും പാടി പ്രാർത്ഥിച്ചും അന്യഭാഷകൾ സംസാരിച്ച് സ്തോത്രത്തോടെ അത് ഉണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല, കർത്താവിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഡ്രോ ക്ലോസ് ടു ഹിം. അപ്പം നമുക്കുള്ള ഈ യുദ്ധത്തിൽ വേണ്ടിയ വെപ്പൻസ് ആയത്, ഒന്നാമത് ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ, രണ്ടാമത് ദൈവത്തോട് അടുത്ത് പോകുവീൻ, മൂന്നാമത് അവിടെ ഇരിക്കുന്നത് ക്ലെൻസ് യുവർ ഹാൻഡ്, കൈകൾ വെടിപ്പാക്കുവീൻ, ക്ലീൻ ചെയ്യണം. നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ ഭയങ്കര തീക്ഷ്ണമായ രീതിയിൽ കോവിഡ് നിൽക്കുമ്പോൾ 2-3 മാസ്കും എന്തോ തൊട്ടാലും പിന്നെ ഹാൻഡ് സാനിറ്റൈസർ വെച്ച് തുടയ്ക്കും, പിന്നെ എന്തെങ്കിലും തൊട്ടാൽ പിന്നെ തുടയ്ക്കും. കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആർക്കും ഗ്ലവ്സും വേണ്ട, മാസ്കും വേണ്ട, ഹാൻഡ് സാനിറ്റൈസറും വേണ്ട, എല്ലാം പോയി. പക്ഷെ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കൈകൾ ക്ലീൻ ആയിരിക്കണം. അവിടെ ക്ലീൻ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ തൊടുന്ന ഏത് വിഷയവും അത് ക്ലീൻ ആയിരിക്കണം. നമ്മുടെ കരങ്ങൾ ക്ലീൻ ആയിരിക്കണം. അശുദ്ധമായ ഒന്നും നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകരുത്. ദൈവഹിതമല്ലാത്ത, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്നും റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു സെന്റ് പോലും നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാങ്കിലോ ഉണ്ടാകരുത്. ദൈവം തരുന്ന മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ പറ്റും. അവരുടെ കൈകൾ ക്ലീൻ ആയിരിക്കണം. നാലാമത് അവിടെ എഴുതിയിരിക്കുന്നത് പ്യൂരിഫൈ യുവർ ഹാർട്ട്. അത് മലയാളം പറയുന്നത് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതാ, അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് പോകുന്നില്ല. സഹോദര സ്നേഹം, തമ്മിൽ ഐക്യത ഉണ്ടായി, ഹൃദയം ശുദ്ധി ഉണ്ടായി, ആരോടും ഒരു പിണക്കമില്ലാതെ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളവരായാൽ നമ്മൾ ഈ യുദ്ധത്തിന് റെഡിയാക്കും. അപ്പൊ പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ ദൈവമക്കൾക്ക് വേണ്ടി 4 കാര്യം. ആദ്യം ദൈവത്തിന് കീഴടങ്ങി നിൽപ്പീൻ, രണ്ടാമത് കർത്താവിനോട് അടുത്ത് ചെല്ലുവീൻ, നാലാമത് കൈകൾ ക്ലീൻ ആയിരിക്കണം, മൂന്നാമത് കൈകൾ ക്ലീൻ ആയിരിക്കണം, നാലാമത് ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകണം. ഈ 4 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കും.